ഹലോ, ഞങ്ങളെല്ലാവരും കൂടെ കോഴിക്കോട് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ. ഇവിടെ പരപ്പനങ്ങാടി നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, നെയ്ബേഴ്സ് എല്ലാവരും, കുട്ടികളും ഞങ്ങളും. ആദ്യം തന്നെ പോയത് ഞങ്ങൾ മിഠായി തെരുവിലേക്കാട്ടോ. കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്കൂൾ തുറക്കൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മിഠായി തെരുവിലാണ് ആദ്യം പോയത്. അത്യാവശ്യം തിരക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ മഴയ്ക്ക് കുറച്ചൊരു ശമനം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതാ കുട്ടികളായിട്ട് ഇങ്ങനെ എല്ലാ ഷോപ്പിലും കയറുകയാണ് കേട്ടോ. ബാഗ്, കുട, ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനാണ് ഉദ്ദേശം. കുട്ടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. അങ്ങനെ ബാഗിൻ്റെ ഷോപ്പിലൊക്കെ കയറി ബാഗൊക്കെ നോക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ നമ്മളെ കോഴിക്കോടൻ ബിരിയാണി തന്നെ കഴിച്ചത്. ബിരിയാണി പിന്നെ പറയണ്ടല്ലോ, സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. മഴയായിട്ടും തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ലച്ചൊന്ന് വീണു. ഓടി കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അറിയാതെ കാല് തെറ്റി വീണതാ. പക്ഷെ അവള് ഭയങ്കര ചിരിയായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റിലാട്ടോ. മഴയത് കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പും. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ക്ഷീണമൊന്നും അറിയുന്നില്ല. അവരിത് റീൽസൊക്കെ ചെയ്യാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ മാനാഞ്ചിറ സ്ക്വയർ മൊത്തം ഒന്ന് ചുറ്റി കണ്ടു. അങ്ങനെ എല്ലാവർക്കും ഒരേ നിർബന്ധം, ബീച്ചിൽ പോകണം. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ബീച്ചിൽ പോവാണ്. ബീച്ചിൽ ചെന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കണ്ടത് കേട്ടോ. നല്ല മഴ പെയ്തിട്ടുള്ള ആകാശം, അതുപോലെ അലറി അടിച്ചു വരുന്ന തിരമാല. എല്ലാവരും നല്ല എൻജോയ് മൂഡിലാണ് കേട്ടോ. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെന്തൊക്കെയോ വാങ്ങി കഴിച്ചു. ചുരണ്ടി ഐസ്, അതുപോലെ പൈനാപ്പിള്, പിന്നെ ഗ്രീൻ പീസ് മസാല, ചായ, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങി കഴിച്ചു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഈ ചെറിയൊരു മഴയും നല്ല തണുത്ത കാറ്റ്, പിന്നെ ബീച്ചിലിരുന്ന് ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ്. തിരിച്ച് ഞങ്ങൾ വീണ്ടും മിഠായി തെരുവിലേക്ക് വന്നു. അതിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ആയിരുന്നു ഉദ്ദേശം. ഉദ്ദേശിച്ച ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ.
തിക്കി തിരക്കിയിട്ടാണ് ആളുകൾ നടന്നു പോകുന്നത്. ഞങ്ങൾക്ക് തിരിച്ച് പരപ്പനങ്ങാടിയിലേക്ക് 7:30-ക്കായിരുന്നു ട്രെയിന്. ട്രെയിൻ വരുന്നുണ്ട്, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞു കോഴിക്കോട് ട്രിപ്പാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.